പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ സെയ്ദ് കുന്നമ്മര്. ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് തെങ്ങിന് ഇത്തള് അഥവാ കക്ക ചേർക്കുന്ന രീതിയാണ്. അതെങ്ങനെ ചേർക്കണം, എത്ര ടൈമിൽ ചേർക്കണം, എത്ര അളവിൽ ചേർക്കണം എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താം. ആ വീഡിയോ ആണെന്ന് ഞാൻ ചെയ്യുന്നത്. ലേശം വീഡിയോ തീർക്കാൻ സാധ്യതയുണ്ട്. കാരണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ക്ലിയറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാകണം. അതുകൊണ്ടാണ് ചിലപ്പോൾ ഈ വീഡിയോ കുറച്ച് കൂടുതലുണ്ടാവും. ക്ഷമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഇത്തളിടുന്ന രീതി എങ്ങനെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നമുക്ക് പോകാം ഇത്തളിടുന്നതിലേക്ക്. ഒരു തെങ്ങിന് നമുക്ക് 1 കിലോ ഏറിയ 1.25 കിലോ ഇത്തളാണ് ആവശ്യമുള്ളത്. അപ്പോൾ അതിങ്ങനെ ഈ കോലത്തിലാണ് ഇടേണ്ടത്. ഇപ്പോൾ 1/2 കിലോ 600 ഉണ്ടാവും ഈ ഒരു ചിരട്ട. നമ്മൾ ഇങ്ങനെയാണ് നമുക്ക് ഇത്തള് ഇടേണ്ടത്. ഇപ്പോൾ ഇത്തള് ഞാൻ ഇട്ട് കഴിഞ്ഞു. ഇനി അത് എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കാരണം ചില ആളുകൾ പറയും ഇത്തള് അതിൻ്റെ ചപ്പിൻ്റെ മേലെ കൂടെ ഇട്ടാലും മതി, അത് അങ്ങനെ അത് ഇറങ്ങിക്കോളും മഴ ചെയ്യുമ്പോൾ. പക്ഷേ അതുകൊണ്ട് കാര്യമല്ല. കാരണം എന്താ വെച്ചാൽ ഇത് മണ്ണ് ചേർക്കേണ്ട സാധനമാണ്. മണ്ണിൻ്റെ അമ്ലാസം കളയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഇത്തള് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ മേലിട്ടാൽ അത് അതിൻ്റെ ഇതിനൊരു ഉറണ്ട് 100 അതിനൊരു ഉറണ്ട്. അപ്പോൾ അത് തീരുന്നതിന് മുമ്പ് മണ്ണിൽ പിടിക്കേണ്ടതുണ്ട്. അപ്പോൾ മണ്ണ് പിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ മണ്ണിൽ തന്നെ ഇടണം. ഞാൻ ചെയ്യാറുള്ളത് ചെറിയൊരു തടം. കാരണം തെങ്ങിന് പ്രത്യേകം പറയാനുള്ളത് എന്താ വെച്ചാൽ കളച്ച് മറിച്ച് തെങ്ങിൻ്റെ വേരുകൾ പൊട്ടിക്കരുത്. കാരണം തെങ്ങിന് ചെറിയ നാരുവേരുകളാണ് ഈ വളമ പിടിക്കുന്നത്. പ്രത്യേകിച്ച് ഈ രാസവളമൊക്കെ ഇടുകയാണെങ്കിൽ ഈ വേര് പൊട്ടിക്കഴിഞ്ഞാൽ 1 മാസം 2 മാസം പിടിക്കും. പിന്നെ ആ വേരുണ്ടായി വരണമെങ്കിൽ, പിന്നെ ആ വേരിൽ നിന്ന് ഈ വളമ പിടിക്കണമെങ്കിൽ പിന്നെയും പിടിക്കും. പക്ഷേ ഈ രാസവളത്തിന് വേറെ കുഴപ്പമുള്ളത് എന്താ വെച്ചാൽ ആ 15 ദിവസത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ പ്രക്രിയ, അതിൻ്റെ ഗ്യാരണ്ടി കഴിയും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ തടം എടുക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ ഏരിയയൊക്കെ വെള്ളമുള്ള സ്ഥലങ്ങളാണ്, താഴ്ന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വലിയൊരു തടം ഇവിടെ എടുക്കാറില്ല, കളച്ച് മറിക്കാറില്ല. ഇതിൻ്റെ മേൽമണ്ണ്, ഇതിൻ്റെ മുകളിലത്തെ വലിയ സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തിട്ട്, അതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ ചെറുതൊക്കെ ഇങ്ങനെ തെങ്ങിൻ്റെ മരത്തേക്ക് ആക്കിയാണ്ട് ചെറിയ തടം എടുത്തിട്ട് ഇതുപോലെ വിളമ്പിടുക. ഈ ഇത്തള് ഇട്ട് കഴിഞ്ഞിട്ട്, വിളമ്പല്ല ഇത്തള് ഇതേമാതിരി നമ്മൾ മണ്ണിലൊന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ ഇളക്കി ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇത്തളിട്ട് ഇതുപോലെ മണ്ണ് ചേർത്ത് കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞിട്ട് മറ്റ് വളമകൾ ഇതിലിടാൻ പാടുള്ളൂ. ജൈവവളമായാലും രാസവളമായാലും ഏത് വളമായാലും നമ്മൾ 15 ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രമേ ഇതിൽ ഇനി ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് മണ്ണിൽ അരിഞ്ഞ് ചേരും. ഇതിൻ്റെ അരിഞ്ഞ് ചേരുന്ന പറഞ്ഞാൽ അതിൻ്റെ 100 പുറ മണ്ണിൽ അരിഞ്ഞ് ചേർന്ന അമ്ലാംശം കുറയും. അപ്പോൾ നമ്മൾ ഇടുന്ന വളമ അതിന് പിടിക്കുള്ളൂ, തെങ്ങിന് പിടിക്കുള്ളൂ. അല്ലാതെ വെറുതെ വളം കാര്യം കൂടുതൽ കുറേ വളമിട്ടിട്ട് കാര്യമല്ല. ആവശ്യത്തിന് വളമിടുക. ആവശ്യത്തിന് അതിൻ്റെ ശാസ്ത്രീയമായ രീതിയിൽ വളമിട്ട് കഴിഞ്ഞാൽ തെങ്ങുമ്മേ തേങ്ങ ഉണ്ടാവും. ഞാൻ ചെയ്യുന്ന രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തന്ന രീതി. വേറെ ഏതെങ്കിലും രീതി ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം. പക്ഷേ ഞാനിങ്ങനെ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലിപ്പോൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ 15 ദിവസത്തേമാതിരി 14-15 ദിവസം കഴിഞ്ഞതിന് ശേഷം മറ്റ് വളങ്ങൾ എന്തൊക്കെ ചേർക്കുന്നു ഞങ്ങൾക്ക് കാണിച്ചു തരാം. ബായ്.